നമ്മുടെ വാഹനം കുറച്ച് നാളത്തേക്ക് നിർത്തിയിടാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. നമ്മൾ വീടൊക്കെ അടച്ചു പൂട്ടി വിദേശ രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ വാഹനം ഓടാതെ കിടക്കുകയാണല്ലോ. അപ്പം നമ്മൾ അന്നേരം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വാഹനത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വാഹനം നിർത്തിയിടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വാഹനം ഒരു 6 മാസത്തേക്ക് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിർത്തിയിടുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒരിക്കലും ഇട്ട് വെക്കാൻ പാടില്ല. നമ്മൾ റിലീസ് ചെയ്ത് വെക്കണം. ഇത് ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഡ്രമ്മുമായിട്ട് മുട്ടിയിരിക്കുകയായിരിക്കും. അപ്പം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിയുമ്പം ആ ബ്രേക്ക് പാഡ് ഡ്രമ്മുമായിട്ട് മുട്ടിയിരിക്കുകയായിരിക്കും, അത് അറ്റാച്ച് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിയുമ്പം ആ ബ്രേക്ക് പാഡ് ഡ്രമ്മിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോഴത്തേനും ടയറ് ജാമായിട്ടിരിക്കും. അങ്ങനൊരു കുഴപ്പമുണ്ട്. അതിനാൽ നമ്മൾ ഒരു കാരണവശാലും വണ്ടി കുറേ നാളത്തേക്ക് നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വാഹനങ്ങളിൽ AC കൺട്രോളിംഗ് ആണ്. ഇത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എയർ വെൻ്റ് എങ്ങോട്ട് വേണം ഉള്ള അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇത് ബ്ലോവർ ഫാൻ്റെ സ്പീഡ് കൂട്ടുന്നത്, ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത് എന്തിനാണെന്ന് ഇപ്പോഴും പലർക്കും അറിയത്തില്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ കാറിൻ്റെ സിമ്പിൾ ഉണ്ടോ, അതായത് പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് വരികയാണ്. നമുക്ക് ഫ്രഷ് എയർ വണ്ടിക്കുള്ളിലേക്ക് കിട്ടുകയാണ്. പക്ഷേ ഈ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വണ്ടിക്കുള്ളിലെ എയർ തന്നെ വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് വരികയാണ്. പക്ഷേ ഇതുകൊണ്ടൊരു ദോഷമുണ്ട്. നമ്മൾ വാഹനം നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ പുറത്തുനിന്നുള്ള എയറിലേക്ക് ഇട്ട് കഴിയുമ്പോൾ, ഈ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ, നമ്മുടെ ഈ ഡാഷ്ബോർഡിൻ്റെ അടിയിലായിട്ട് ഒരു വെൻ്റ് ഉണ്ട്, ഒരു ഷട്ടർ സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓപ്പൺ ആവുകയാണ്. അപ്പം അവിടെ ഒരു ഹോള് ഉണ്ടാവുകയാണ്. നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് പുറത്തുനിന്നുള്ള എയർ വരാൻ വേണ്ടിയായിട്ടുള്ളൊരു ഹോള് ഈ മോഡിലേക്ക് ഇടുമ്പോൾ തുറന്നു വരികയാണ്. അപ്പോൾ ഈ സംഭവം പറയാൻ കാരണം, നമ്മൾ പുറത്തേക്കുള്ള ഇത് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ഹോള് വഴി വേണമെങ്കിൽ ഇഴജന്തുക്കളോ എലികളോ നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോഴല്ല, നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഈ പൊസിഷനിലേക്ക് മാത്രം ഇട്ടിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. വേറെ ഇതിനൊരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഷോറൂമിലൊക്കെ ചെന്ന് കഴിയുമ്പം, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് ഒരു നെറ്റ്. ഈ വെൻ്റ് തുറക്കുന്ന ഭാഗത്തായിട്ട് ഒരു നെറ്റ് ഘടിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു സേഫ്റ്റി ആയിരിക്കും. അപ്പം ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഊരിയിടുക എന്നുള്ള കാര്യമാണ്. നെഗറ്റീവ് ടെർമിനൽ ഊരിയിടുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോകാൻ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ബാറ്ററി കണക്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വല്ലതും വന്നിട്ട് വാഹനത്തിൻ്റെ എവിടെയെങ്കിലും തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നിർത്തിയിടുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ വാഹനത്തിന് നെഗറ്റീവ് ടെർമിനൽ ഊരിയിടുക. അത് സിമ്പിളാണ്. ഈ റെഡ് പല വാഹനത്തിനും പല രീതിയിലാണ്. ഈ റെഡ് സിമ്പിളുള്ളത് പോസിറ്റീവ് ടെർമിനൽ. ഈ ബ്ലാക്ക് സിമ്പിൾ, അതായത് ബോഡിയുമായിട്ട് കണക്ട് ചെയ്തേക്കണം, ഈ വയർ നേരെ കണ്ട ബോഡിയായിട്ട് കണക്ട് ചെയ്തേക്കണ ഭാഗമാണ് നെഗറ്റീവ് ടെർമിനൽ. ഊരാൻ ജസ്റ്റ് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഒരു നെട്ടുണ്ട്, അത് ഊരിയിട്ട് വിടിപ്പിച്ചിട്ടാൽ മതി. കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ലൂസൺ ചെയ്യുക, എന്നിട്ട് ഇത് നേരെ ഒക്കെ എടുത്ത് വിടിപ്പിച്ചിടുക. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ മതി. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഇൻടേക്ക് ചെയ്യുന്ന പൈപ്പ്. ഇത് നോക്കുമ്പോൾ അറിയാം, ഇതൊരു വലിയൊരു ഹോളാണ്. ഇതിൻ്റെ അകത്തോട്ട് ഇതുവഴി കയറി, ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്ന ഭാഗം. അപ്പം
ഞാനിപ്പം ചിലർക്ക് തന്നെ ഇത് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ പറയുമ്പോഴേ മനസ്സിലായി കാണുമായിരിക്കും ഇങ്ങനെ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും തുണിയോ ഒരു ഹാർഡ് തുണി കൊണ്ട് ഇത് അടച്ചു വെക്കുക. ഇതുപോലെ അടച്ചു വെക്കുക. ഇത് ചെയ്യുന്നതിനുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പോൾ ചിലപ്പം നമ്മുടെ വാഹനത്തിൻ്റെ അകത്ത് ഇഴജന്തുക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാൻ ഈ എയർ ഇൻടേക്കിലൂടെ ഈ പൈപ്പിനുള്ളിലേക്ക് കയറിയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ ഈ എയർ ഇൻടേക്ക് ഒരു തുണി വെച്ച് ക്ലോസ് ചെയ്യുക. അഞ്ചാമതായിട്ടുള്ള ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം നിർത്തിയിടാൻ പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വണ്ടി ഫുൾ സർവീസ് ചെയ്തതിന് ശേഷം കൂളൻറ്റും എൻജിൻ ഓയിലും ഗിയർ ഓയിലും ബ്രേക്ക് ഓയിലും എല്ലാം വണ്ടി ഫുൾ സർവീസ് ചെയ്ത് പക്ക നീറ്റാക്കിയതിന് ശേഷം മാത്രം വണ്ടി കയറ്റിയിടാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ലൈഫും ഗിയർ ബോക്സിൻ്റെ ലൈഫും വണ്ടിക്ക് ലോങ് ആയിട്ടുള്ള ഭാവിയിലുള്ള കംപ്ലൈൻറ്റും പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞ 5 ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വണ്ടി സേഫായിട്ട് കയറ്റിയിടാൻ സാധിക്കും. നമ്മൾ വാഹനം എത്ര നാൾ വേണമെങ്കിലും നമുക്കത് വാഹനം പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. വണ്ടി സേഫ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനവുമായി ബന്ധപ്പെട്ട പുതിയ വ്ളോഗുകൾ വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.